ഹലോ ഫ്രണ്ട്സ്, സ്പിരിച്വൽ ലോഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലോ ഓഫ് വൈബ്രേഷനെ കുറിച്ചാണ്. എന്താണ് ലോ ഓഫ് വൈബ്രേഷൻ, അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ വൈബ്രേഷൻ നമ്മുടെ ചേഞ്ച് ചെയ്യാം എന്ന കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് വൈബ്രേഷൻ? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരുണ്ടാവും, പക്ഷേ അവരിത് കാണണമെന്നില്ല. ഇത് ശരിക്കും വൈബ്രേഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണേ. ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു 7 വർഷമായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് പല ക്ലാസ്സുകളിലും ഇത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നില്ല. നമുക്ക് ഒരുപാട് റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് വായിച്ച് മനസ്സിലാക്കിയ കാര്യമാണിത്. ഈ ലോകത്തെ എല്ലാം വൈബ്രേഷൻ ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ദിസ് ഈസ് എ വൈബ്രേഷണൽ യൂണിവേഴ്സ്. അതിനാൽ തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ ഈ പ്രപഞ്ചത്തിലേക്കുള്ള ഒരു സിഗ്നലാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ വൈബ്രേഷൻ എന്ന വാക്കിന് പകരം ഇമോഷൻ എന്നോ ഫീലിങ്സ് എന്നോ കരുതാം. ഓക്കെ അല്ലേ? ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറയാം. അടുത്ത 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വരുമാനം ഇരട്ടിയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുടെ ശമ്പളം ഇരട്ടിയാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് പണത്തിൻ്റെ അഭാവമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ എന്തായിരിക്കും? ആ വൈബ്രേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ പണം കുറവാണെന്ന വൈബ്രേഷൻ ആയിരിക്കുമല്ലോ അല്ലേ? വൈബ്രേഷൻ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? അതായത് നമ്മുടെ ഫീലിംഗ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ആ സമയത്ത് നിങ്ങളുടെ ഫീലിംഗ് പണത്തിൻ്റെ കുറവ്, അതായത് പണത്തിൻ്റെ അഭാവം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് 6 മാസം കഴിയുമ്പോൾ ശമ്പളം കൂടുമോ? അപ്പം നമ്മുടെ വൈബ്രേഷൻ എങ്ങനെയാണ്? ലോ വൈബ്രേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഈ നിമിഷം നമുക്ക് പണമില്ല എന്നുള്ള വൈബ്രേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹം നടക്കുമോ? ഇല്ല. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ബോധപൂർവം ആ ഫീലിങ്ങിന് മാറ്റം വരുത്തി ഇല്ല എന്നതിന് പകരം നിങ്ങൾക്കത് ലഭിക്കുമെന്നുള്ള ഇമോഷണൽ ഫീലിംഗ് അനുഭവിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഫീലിംഗ് എന്താണോ അത് നടക്കും. നമുക്ക് ശരിക്കും ഒരു നിമിഷത്തിനുള്ളിൽ നമ്മുടെ വൈബ്രേഷൻ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അതായത് ആ വൈബ്രേഷൻ തിരിക്കാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴും കുറേ നേരത്തേക്ക് ആ വൈബ്രേഷൻ നിലനിർത്താൻ കഴിയില്ല. എന്നാൽ കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നമ്മുടെ ഇമോഷൻ കുറച്ച് നേരത്തേക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, അതായത് ചേഞ്ച് ചെയ്യുന്ന ടിപ്പ് പറയാം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഒരിടത്ത് നിശബ്ദമായി ഇരുന്ന് നിങ്ങളുടെ ഫീലിംഗ് ശ്രദ്ധിക്കാൻ കഴിയുമോ എന്ന് നോക്കുക. ഈ നിമിഷം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ വൈബ്രേഷൻ. ഉദാഹരണത്തിന് നിങ്ങളുടെ മനസ്സിലിപ്പോൾ ദേഷ്യം തോന്നുന്നുവെങ്കിൽ അതെങ്ങനെ അനുഭവപ്പെടുന്നുവെന്ന് ശ്രദ്ധിക്കുക. ആ ഒരു ഫീലിങ്ങിനെ കുറിച്ച് ശരിക്കും ബോധവാനാകുക. ശേഷം ആ നിമിഷം തന്നെ ആ ഫീലിംഗ് മാറ്റണം. അതായത് ദേഷ്യമാണ് ഉള്ളിൽ തോന്നിയതെങ്കിൽ ക്ഷമ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതായത് ക്ഷമ എന്ന ഫീലിംഗ്, അതായത് നമുക്ക് തോന്നിയ ദേഷ്യത്തിന് പകരം ക്ഷമ കൊണ്ടുവരണം. അപ്പോൾ ആ ക്ഷമ വരുമ്പോൾ നമ്മുടെ ഫീലിംഗ് എങ്ങനെയാണ് അത് കൊണ്ടുവരണം. അതിനുവേണ്ടി ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ സംഭവത്തിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ആ ഫീലിങ്സ് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് കരുതുക.
ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിംഗ് എന്താ? ആ വ്യക്തിയുടെ അഭാവം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ശരി, അതാണ് നിങ്ങളുടെ വൈബ്രേഷൻ. അതാണ് നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അഭാവത്തിന് പകരം പ്രതീക്ഷ, അതായത് ഹോപ്പ്, അതിൻ്റെ വൈബ്രേഷൻ കൊടുക്കുക. പ്രതീക്ഷയുടെ വൈബ്രേഷൻ കൊടുക്കുക. അതായത് പ്രതീക്ഷയുടെ ഫീലിങ്സ് കൊടുക്കുക. അതായത് ആ വ്യക്തിയെക്കുറിച്ചുള്ള നിരാശ എന്ന ഫീലിങ്സ് മാറ്റി പ്രതീക്ഷയുടെ ഫീലിങ്സ് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഇതേപോലെ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഫീലിങ്സ് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും കുറച്ച് നേരത്തേക്ക്. ഈ ഒരു കാര്യത്തിൽ ഒരുപാട് പേർക്ക് ആശയക്കുഴപ്പമുണ്ടെന്ന് എനിക്കറിയാം. കാരണം 7 വർഷമായിട്ട് ഈ ഒരു കാര്യം ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. ഇതൊരു മാജിക് ഒന്നുമല്ല, ഇത് നമ്മുടെ ജീവിതമാണല്ലേ. ഇത് നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും എല്ലായ്പ്പോഴും നിങ്ങൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി നിങ്ങളുടെ വൈബ്രേഷൻ പോസിറ്റീവാക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്